ഹലോ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. 1. ഫിൽറ്റർ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു. 2. SMPSലെ ഫിസിക്കൽ ഫോൾട്ടുകൾ തിരിച്ചറിയൽ, ഫ്യൂസ് ഊരി. 3. ബൾബ് ഉപയോഗിച്ച് ഷോർട്ട് സർക്യൂട്ട് തകരാർ തിരിച്ചറിയൽ. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1. റെസിസ്റ്റൻസ് മെത്തേഡും ഐസൊലേഷൻ മെത്തേഡും ഉപയോഗിച്ച് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത കമ്പോണന്റുകളിലെ തകരാർ തിരിച്ചറിയുക. 2. ഷോർട്ട് സർക്യൂട്ട് കമ്പോണന്റുകളുടെ തിരിച്ചറിയൽ. 3. ലോഡ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സർക്യൂട്ട് SMPS കണക്ഷൻ. ടാസ്ക് 3. റെസിസ്റ്റൻസ് രീതി ഉപയോഗിച്ച് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത ഘടകങ്ങളിലെ തകരാർ തിരിച്ചറിയുക. ഘട്ടം 1. ഡിജിറ്റൽ മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിൽ സജ്ജമാക്കുക. ഘട്ടം 2. ചുവന്ന പ്രോബ് കോൾഡ് ഗ്രൗണ്ടിലും ബ്ലാക്ക് പ്രോബ് ഓരോ സെക്കൻഡറി ഡയോഡിലും കണക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഘടകഭാഗം 2 പോളാരിറ്റിയിലും ഒരേ പ്രതിരോധവും കുറഞ്ഞ റീഡിംഗും കാണിക്കുന്നുവെങ്കിൽ ആ ഘടകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് സംശയിക്കുക. 2 പോളാരിറ്റിയിലും മൾട്ടിമീറ്റർ വ്യത്യസ്ത മൂല്യങ്ങൾ കാണിക്കുന്നുവെങ്കിൽ ഘടകം നല്ലതാണ്. ടാസ്ക് 3. ഐസൊലേഷൻ രീതി ഉപയോഗിച്ച് ഷോർട്ട് സർക്യൂട്ട് ഘടകങ്ങളിലെ തകരാർ തിരിച്ചറിയുക. ഘട്ടം 1. ബാക്ക് ബൂസ്റ്റ് വിഭാഗങ്ങളുടെ B+ ലൈൻ തിരിച്ചറിയുക. കാണിച്ചിരിക്കുന്നത് പോലെ സർക്യൂട്ടിൽ നിന്ന് B+ ലൈൻ അഴിക്കുക, വിച്ഛേദിക്കുക. ഘട്ടം 2. B+ ലൈനിനും കോൾഡ് ഗ്രൗണ്ടിനുമിടയിൽ 100 വോൾട്ട് ബൾബ് ബന്ധിപ്പിക്കുക. ഘട്ടം 3. പവർ ഓണാക്കി ബൾബ് തിളങ്ങുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുക. ഘട്ടം 4. ലൈറ്റ് ബൾബിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന 5 സാധ്യതകളുണ്ട്. ലൈറ്റ് ബൾബ് സ്ഥിരമായ ബ്രൈറ്റ്നസോടെ കത്തുന്നു, കൂടാതെ സെക്കൻഡറി സൈഡിൽ സാധാരണ അളവിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജും. ഇത് സൂചിപ്പിക്കുന്നത് SMPS നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പവർ പ്രശ്നത്തിന്റെ കാരണം ലോഡ് സൈഡിലാണ്. ഇത് ഫ്ലൈബാക്ക്, ട്രാൻസ്ഫോമർ, യോക്ക് കോയിലുകൾ മുതലായവയാകാം. ലൈറ്റ് ബൾബിൽ നിന്നുള്ള പ്രകാശവും പവർ സപ്ലൈയിൽ അളക്കുന്ന വോൾട്ടേജും ഇല്ല. ഇത് പ്രശ്നം SMPSലാണെന്ന് സൂചിപ്പിക്കുന്നു. ലൈറ്റ് ബൾബ് ഇടയ്ക്കിടെ തിളങ്ങുന്നു. ഇത് മോശം ഫിൽറ്റർ, കപ്പാസിറ്റർ, കറന്റ് സെൻസ് റെസിസ്റ്റർ, ഹയർ ഓം തുടങ്ങിയ പവർ സപ്ലൈയിലെ ഘടകങ്ങളുടെ ഫെയിലിയറിനെ സൂചിപ്പിക്കാം. മൂല്യം വർദ്ധിപ്പിച്ചേക്കാം. ലൈറ്റ് ബൾബ് കൂടുതൽ തെളിച്ചമുള്ളതായി തീരുകയും എല്ലാ ഔട്ട്പുട്ട് വോൾട്ടേജുകളും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫീഡ്ബാക്ക് സർക്യൂട്ടിലെ ഓപ്പൺ റെസിസ്റ്റർ, മോശം ഒപ്റ്റോ ഐസൊലേറ്റർ, IC തകരാറുള്ള TLC 431 IC മുതലായവ പോലുള്ള റെഗുലേഷൻ സർക്യൂട്ടിലാണ് പ്രശ്നമുള്ളതെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ലൈറ്റ് ബൾബ് സൈക്ലിംഗ് തുടരുന്നു, തുടർച്ചയായി ഓണും ഓഫും. ഇത് SMPS ഏരിയയിലെ പ്രശ്നത്തെ സൂചിപ്പിക്കാം. കൂടാതെ ഒപ്റ്റോ ഐസൊലേറ്റർ IC പവർ സപ്ലൈയുടെ പ്രൈമറി സർക്യൂട്ടിലേക്ക് ഒപ്റ്റോ ഐസൊലേറ്റർ IC വഴി ഒരു എറർ സിഗ്നൽ അയക്കുകയും പവർ സപ്ലൈ സൈക്കിളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ടാസ്ക് 4. ഷോർട്ട് സർക്യൂട്ട് ചെയ്ത ഘടകങ്ങളുടെ തിരിച്ചറിയൽ. കപ്പാസിറ്റർ പരിശോധിക്കുന്നു. ഘട്ടം 1. പവർ കാർഡ് വിച്ഛേദിക്കുക. ഘട്ടം 2. പ്രധാന വലിയ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുക. ഘട്ടം 3. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് സെക്കൻഡറി വിഭാഗത്തിൽ ഡയോഡുകളുടെയും കപ്പാസിറ്ററുകളുടെയും ഹെൽത്ത് പരിശോധിക്കുക. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഡയോഡുകളുടെ പരിശോധന. നിങ്ങളുടെ മൾട്ടിമീറ്റർ ഡയോഡ് ടെസ്റ്റ് മോഡിലേക്ക് സജ്ജമാക്കുക. മൾട്ടിമീറ്റർ പ്രോബുകൾ ഡയോഡ് ടെർമിനലുകളിലേക്ക് ബന്ധിപ്പിക്കുക. ചുവന്ന പ്രോബ് ഡയോഡിന്റെ ആനോഡുമായി ബന്ധിപ്പിക്കണം. കറുത്ത പ്രോബ് കാഥോഡുമായി ബന്ധിപ്പിക്കണം. ഫോർവേഡ് ബയസ് ദിശയിൽ ആനോഡ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ്. ഹെൽത്തിയായ ഒരു ഡയോഡ് സാധാരണയായി 0.5 മുതൽ 0.7 വോൾട്ട് വരെ വോൾട്ടേജ് ഡ്രോപ്പ് പ്രദർശിപ്പിക്കും. കാഥോഡിലെ റെഡ് പ്രോബ് ആനോഡ് ടെർമിനലുകളിലേക്കും ബ്ലാക്ക് പ്രോബ് കാഥോഡിലേക്ക് എന്നിങ്ങനെ മൾട്ടിമീറ്റർ പ്രോബുകൾ റിവേഴ്സ് ചെയ്യുക. വിപരീത ബയസ് ദിശയിൽ ആനോഡ് നെഗറ്റീവ്, കാഥോഡ് പോസിറ്റീവ്. മൾട്ടിമീറ്റർ OL ഓപ്പൺ ലൂപ്പ് അല്ലെങ്കിൽ ഉയർന്ന റെസിസ്റ്റൻസ് മൂല്യം പ്രദർശിപ്പിച്ചേക്കാം. ഇത് ഡയോഡ് കറന്റ് ഫ്ലോയെ തടയുന്നു എന്ന് സൂചിപ്പിക്കുന്നു. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കപ്പാസിറ്ററുകളുടെ പരിശോധന. നിങ്ങളുടെ മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിലേക്ക് ഓംസ് സജ്ജമാക്കുക. കപ്പാസിറ്റർ ടെർമിനലുകളിലേക്ക് മൾട്ടിമീറ്റർ പ്രോബുകൾ ബന്ധിപ്പിക്കുക.
പോസിറ്റീവ് പ്രോബ് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും നെഗറ്റീവ് പ്രോബ് നെഗറ്റീവ് ടെർമിനലിലേക്കും ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നല്ല ഒരു കപ്പാസിറ്റർ തുടക്കത്തിൽ കുറഞ്ഞ പ്രതിരോധ മൂല്യം പ്രദർശിപ്പിക്കും. അത് കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ ക്രമേണ വർദ്ധിക്കും. പ്രതിരോധ മൂല്യം ക്രമാനുഗതമായി വർദ്ധിക്കുകയും ഒടുവിൽ ഉയർന്ന മൂല്യത്തിൽ സ്ഥിരത കൈവരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു ഓപ്പൺ സർക്യൂട്ട് സൂചിപ്പിക്കുന്നു. കപ്പാസിറ്റർ നല്ലതായിരിക്കും. മൾട്ടിമീറ്റർ സ്ഥിരമായ കുറഞ്ഞ പ്രതിരോധ മൂല്യം അല്ലെങ്കിൽ റീഡിംഗ് കാണിക്കുന്നില്ലെങ്കിൽ കപ്പാസിറ്റർ ഫാൾട്ടിയാണ്. കപ്പാസിറ്ററിന്റെ ലീഡ് തുറന്ന് LCR മീറ്റർ ഉപയോഗിച്ച് കപ്പാസിറ്റൻസ് അളക്കുക. നിങ്ങൾ അളക്കാൻ ആഗ്രഹിക്കുന്ന കപ്പാസിറ്ററിന്റെ ടെർമിനലുകളിലേക്ക് LCR മീറ്ററിന്റെ ലീഡുകൾ ബന്ധിപ്പിക്കുക. ലീഡുകളുടെ പോളാരിറ്റി കപ്പാസിറ്റർ ടെർമിനലുകളുടെ പോസിറ്റീവ് പോസിറ്റീവിലേക്കും നെഗറ്റീവ് നെഗറ്റീവിലേക്കും പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ബോർഡിലേക്ക് സപ്ലൈ നൽകി ഔട്ട്പുട്ട് വോൾട്ടേജ് കപ്പാസിറ്റർ ഇല്ലാതെ പരിശോധിക്കുക. ഔട്ട്പുട്ട് വോൾട്ടേജ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇല്ലെങ്കിൽ കപ്പാസിറ്ററിൽ തകരാറുണ്ടാകാം. സപ്ലൈ ഓഫാക്കി കപ്പാസിറ്റർ നല്ല ഒന്നുപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക. സപ്ലൈ ഓണാക്കി ഔട്ട്പുട്ട് വോൾട്ടേജ് പരിശോധിക്കുക. ടാബുലേഷനിൽ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുക. അളന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്തൌട്ട് കപ്പാസിറ്റർ, വിത്ത് കപ്പാസിറ്റർ. ടാസ്ക് 5 ലോഡ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള SMPS സർക്യൂട്ട് കണക്ഷൻ. ഘട്ടം 1 സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് സർക്യൂട്ട് ബന്ധിപ്പിക്കുക. ഘട്ടം 2 സർക്യൂട്ട് ഡയഗ്രമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ശരിയായ പോളാരിറ്റിയിൽ SMPS ഔട്ട്പുട്ടിൽ 100 ഓം 2 ആംപ് റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്ത് അതിന് സീരീസായി 5 ആംപ് മൂവിംഗ് കോയിൽ അമ്മീറ്റർ ബന്ധിപ്പിക്കുക. ഘട്ടം 3 കാണിച്ചിരിക്കുന്നത് പോലെ ശരിയായ പോളാരിറ്റി ഉപയോഗിച്ച് സർക്യൂട്ടിന് പാരലലായി 20 വോൾട്ട് മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. ഘട്ടം 4 SMPS യൂണിറ്റിന്റെ ഇൻപുട്ടിൽ 240 വോൾട്ട് AC പവർ സപ്ലൈ ബന്ധിപ്പിക്കുക. ഘട്ടം 5 സർക്യൂട്ട് പവർ ഓണാക്കുക. സ്റ്റെപ്പ് 6 റിയോസ്റ്റാറ്റിലെ റെസിസ്റ്റൻസ് മൂല്യം കുറച്ചുകൊണ്ട് കറണ്ട് 200 മില്ലി ആംപിയറായി വർദ്ധിപ്പിച്ച് അനുബന്ധ വോൾട്ടേജ് രേഖപ്പെടുത്തി ടേബിളിൽ റീഡിംഗ് ടാബുലേറ്റ് ചെയ്യുക. ഘട്ടം 7 ലോഡിനനുസരിച്ച് കറണ്ട് വ്യത്യാസപ്പെടുമ്പോഴും ഗ്രാഫിലെ റേറ്റ് ചെയ്ത വോൾട്ടേജുകളിൽ SMPSന്റെ ഔട്ട്പുട്ട് സ്ഥിരമായി തുടരുന്നത് നിരീക്ഷിക്കുക. റീക്യാപ്പ്. ഈ വീഡിയോയിൽ എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്തു. 1. റെസിസ്റ്റൻസ് മെത്തേഡും ഐസൊലേഷൻ മെത്തേഡും ഉപയോഗിച്ച് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത ഘടകങ്ങളിലെ തകരാർ തിരിച്ചറിയുക. 2. ഷോർട്ട് സർക്യൂട്ട് ഉള്ള കമ്പോണന്റുകളെ തിരിച്ചറിയൽ. 3. ലോഡ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സർക്യൂട്ട് SMPS കണക്ഷൻ. വീഡിയോ കണ്ടതിന് നന്ദി.